സംഭവം ഇന്നലെ ഡബിൾ ഹെഡർ ഡേ ആയിരുന്നു. സൂപ്പർ സൺഡേ 2 മാച്ചസ്. അതിലെല്ലാവരും ഉറ്റുനോക്കിയിരുന്ന മാച്ചാണ് ശരി ദൈവത്തിന്റെ പോരാളികളായ എംഐയും അതുപോലെ രാജാവിന്റെ പട RCBയും അവർ തമ്മിലുള്ള ഒരു മാച്ച്. നമുക്കറിയാം, ഒരു കുഞ്ഞ് ഇന്ത്യൻ ടീമാണ്, അല്ലെങ്കിൽ മിനി ഇന്ത്യ, അങ്ങനെ പറയാം, മിനി ഇന്ത്യൻ ടീമാണ്, അല്ലെങ്കിൽ 5 വർഷം കപ്പെടുത്ത ടീമാണ് മുംബൈ ഇന്ത്യൻസ് എങ്കിൽ അപ്പുറത്ത് ഡിഫെൻഡിങ് ചാമ്പ്യൻ കൂടിയാണ് RCB. അപ്പോൾ ആ ഒരു മാച്ച് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആൻഡ് ആ ഒരു കംപ്ലീറ്റ് ത്രില്ല്, കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് എല്ലാം കിട്ടിയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു ശരിക്കും ഇന്നലത്തെ. ആ ഒരു ഫുൾ ഓൺ എന്റർടൈൻമെന്റ് അതിന്റെ റിസൾട്ടിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം 20 ഓവർ ബാറ്റ് ചെയ്ത RCB ഫസ്റ്റ് 240 റണ്ണ് 4 വിക്കറ്റ്. അത് കഴിഞ്ഞ് മുംബൈ ഇന്ത്യൻസ് 222 5 വിക്കറ്റ്, ഏകദേശം 20 ഓവർ കംപ്ലീറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് 20-20 കളിച്ചൊരു മാച്ചായിരുന്നു ഇന്നലത്തെ. ഏകദേശം 465 റൺസ് പിറന്നൊരു മാച്ചായിരുന്നു ഇന്നലത്തെ. 9 വിക്കറ്റുകളും പോയി. അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ IPL കാണുന്ന എല്ലാവർക്കും ഫുൾ എന്റർടൈൻമെന്റ് കിട്ടിയ ഒരു മാച്ചായിരുന്നു MI വേഴ്സസ് RCB. ദൈവത്തിന്റെ പോരാളികൾ വെറുതെ തോറ്റില്ല, പൊരുതി തന്നെ, നന്നായിട്ട് പൊരുതി തന്നെയാണ് തോറ്റത്. വെറും 18 റൺസിന്റെ ആ ഒരു വ്യത്യാസത്തിലാണ് തോറ്റത്. എന്നത്തെയും പോലെ തന്നെ ഫിൽ സോൾട്ട് അടിച്ചു തന്നെയാണ് തുടങ്ങിയത് RCBയുടെ ബാറ്റിംഗിൽ. കാരണം 36 ബോളിൽ 78 റൺസ്, 6 4ഉം 6 6ഉം വെട്ടിക്കെട്ടായിരുന്നു. വെട്ടിക്കെട്ട് എന്ന് വെച്ചാൽ അതും രാജാവിനെ അവിടെ കാഴ്ചക്കാരനാക്കിക്കൊണ്ടുള്ള വെട്ടിക്കെട്ടായിരുന്നു. കാരണം അവിടെ നോൺ സ്ട്രൈക്കർ എൻഡിലായിരുന്നു കുറെ നേരം രാജാവ് ഉണ്ടായിരുന്നത്. അവിടെ ഫുള്ള് ഒരു ഫിൽ സോൾട്ടിന്റെ സോൾട്ടിഫൈഡ് അസാൾട്ട് അടി എന്ന് പറയാം, അങ്ങനെയുള്ള അടിയാണ് അടിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു അടീനെ തടയിട്ടത് നമ്മുടെ ഷർദുൽ ഠാക്കൂറാണ്. ഠാക്കൂർ വന്നിട്ട് ആ ഒരു ഫസ്റ്റ് ബ്രേക്ക് ത്രൂ കിട്ടിയല്ലോ. ബ്രേക്ക് ത്രൂ കിട്ടിക്കഴിഞ്ഞിട്ട് ശരിക്കും ബോളിങ്ങിലേക്ക് ഒരു കംബാക്ക് വന്നെന്ന് തോന്നിപ്പിക്കുമ്പോഴേക്ക് അതേ ഓവറിൽ തന്നെ രജത് പാട്ടിദാർ വന്നിട്ട് ലാസ്റ്റ് ബോളിൽ എന്തോ ഒരു 6 അടിച്ചിട്ട് ആ ഒരു സംഭവം അങ്ങോട്ട് തീർത്തു. അതായത് ഇല്ല, കംബാക്ക് ഒന്നും വരാനായിട്ടില്ല എന്നുള്ള രീതിയിൽ പിന്നൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ ബോളുകളൊക്കെ ഫുള്ള് ബൗണ്ടറി ലൈനിലായിരുന്നു. രജത് പാട്ടിദാറിന്റെ അഴിഞ്ഞാട്ടായിരുന്നു. പാട്ടിദാർ ഇപ്പൊ ഭയങ്കര ഒരു നമ്മളറിയില്ലേ, ഒരു അടിക്കാനായിട്ടാണ് ഇപ്പൊ ഏകദേശം ഇറങ്ങുന്നത്. സ്ട്രൈക്ക് റേറ്റ് അങ്ങോട്ട് അത്രയും ഹൈയിൽ എത്തിക്കുക എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഉദ്ദേശം വെച്ചിറങ്ങുന്ന പോലെയാണ് ശരിക്കും പാട്ടിദാർ ഇപ്പോൾ വരുന്നത്. കാരണം ഇന്നലെ അങ്ങനെയായിരുന്നു. IPL തന്നെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള കളിയായിരുന്നു. എനിക്കൊന്ന് ഫാസ്റ്റസ്റ്റ് 50 അടിക്കേണ്ട ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെറുതായിട്ടൊന്ന് ബോളേഴ്സ് പിടിച്ചപ്പോഴാണ് നിന്നത്. എല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫാസ്റ്റസ്റ്റ് 50 ഇന്നലെ കണ്ടേനെ. 20 ബോളിൽ 53 റൺസ്, 4 4ഉം 5 6ഉം, 265 സ്ട്രൈക്ക് റേറ്റ്. നേരത്തെ പോയ നമ്മുടെ ഫിൽസാട്ടും ഉണ്ട് കേട്ടോ, 200 മേലെ സ്ട്രൈക്ക് റേറ്റ്. അങ്ങനെയായിരുന്നു അടിയുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ കുറച്ച് കിങ് മാത്രമാണ് കുറച്ച് സ്ട്രൈക്ക് റേറ്റിൽ ഇച്ചിരി താണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം ആള് അവസാനം തൊട്ട് അടിക്കുന്ന അടികളൊന്നും കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അടിക്കുന്നുണ്ട്, പക്ഷെ അത് ഭയങ്കര ദൂരത്തോട്ട് എത്താത്ത രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഏകദേശം കിങ് ഔട്ട് ആവുകയും ചെയ്തത്. അപ്പൊ തന്നെ ഏകദേശം മനസ്സിലായി ഇനിയിപ്പോൾ അതങ്ങോട്ട് അധികം കളിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. കിങ്ങിന്റെ വിക്കറ്റ് എടുത്തത് ഹാർദിക് പാണ്ഡ്യ ആണെങ്കിൽ വെടിക്കെട്ട് പാട്ടിദാറിന്റെ വിക്കറ്റ് എടുത്തത് മിച്ചൽ സാൻഡർ ആണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ടിം ഡേവിഡ് ഒരു അഗെയിൻ ഒരു വെടിക്കെട്ട് തന്നെ അവിടെ അഴിച്ചുവിടാൻ നോക്കി. പക്ഷെ എന്നാലും പിന്നീട് അങ്ങോട്ട് കുറച്ച് ബോളിങ്ങിൽ പിടിച്ചത് കൊണ്ട് മാത്രം അവിടെ ഭയങ്കരമായിട്ടുള്ള വെടിക്കെട്ടിലോട്ട് എത്തിയില്ല. കാരണം 16 ബോളിൽ 34 റണ്ണാണ് എടുത്തിട്ടുണ്ട്, 2 4ഉം 3 6ഉം. പക്ഷെ സ്ട്രൈക്ക് റേറ്റ് നോക്കി കഴിഞ്ഞാൽ അഗെയിൻ 200 മേലെ തന്നെയായിരുന്നു. ജിതേഷ് ശർമ്മയ്ക്ക് അധികം ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മുടെ ട്രെൻഡ് ബോൾട്ടിന്റെ ബോളിലൂടെ കൂടി പോയി. കാരണം ട്രെൻഡ് ബോൾട്ട് അറിയാമല്ലോ, എത്ര അടി വാങ്ങിയാലും ആൾക്കൊരു കംബാക്ക് ഉണ്ടാവും. ആള് പിടിച്ചു കഴിഞ്ഞാൽ കാരണം കിടിലം ബോളറാണ്, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട ഒരു ബോളറാണ്. ആളുടെ ബോളിൽ ജിതേഷ് ശർമ്മ എടുത്തത്. അങ്ങനെ ടോട്ടൽ 20 ഓവറിൽ 240 റൺസ്, 250 ആയിരുന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നു CSKയുടെ കൂടെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഒരു 10 റണ്ണ് കുറവ്. അന്നായിരുന്നു നമ്മുടെ ടിം ഡേവിഡിന്റെ ഒക്കെ വിക്കറ്റ് ഉണ്ടായിരുന്നു. അന്നും രജത് പാട്ടിദാർ ഉണ്ടായിരുന്നു, ഇന്നും രജത് പാട്ടിദാർ ഉണ്ട്. ബോളിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരും അടി വാങ്ങിയ ഒരു മാച്ചായിരുന്നു ഇന്നലെ. പക്ഷെ എന്നാലും അതിൻ്റെ അകത്ത് വിക്കറ്റ് കിട്ടിയ നമ്മുടെ ട്രെൻഡ് ബോൾട്ടിനും പിന്നെ അതുപോലെ ഹാർദിക് പാണ്ഡ്യ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇടയ്ക്ക് ഒന്ന് പിടിച്ച് നിന്നത് ഹാർദിക് പാണ്ഡ്യയായിരുന്നു. എല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 280 ആ സ്കോർ പോയേനെ. പക്ഷെ അവിടെ ഹാർദിക് പാണ്ഡ്യയാണ് കുറച്ച് പിടിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മിച്ചൽ സാൻഡറും കുറച്ച് ഒന്ന് എക്കണോമി പിടിച്ചിട്ട് ബോൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരാണ് ഓരോ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഷർദുൽ ഠാക്കൂർ ഒരു വിക്കറ്റ് എടുത്തു, അത് വലിയ വിക്കറ്റ് തന്നെയായിരുന്നു. ഫസ്റ്റ് ഓവറിൽ ആൾക്ക് അധികം അടി കിട്ടിയിട്ടില്ല, പക്ഷെ രണ്ടാമത്തെ ഓവറിൽ നല്ല അടി കിട്ടി. അതുകൊണ്ട് തന്നെ എക്കണോമി അധികം പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ആ ഒരു മെയിൻ വിക്കറ്റ് എടുത്തത് കൊണ്ട് ശരിക്കും ഇന്നത്തെ കളിയിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം ബ്രേക്ക് ത്രൂ ആണല്ലോ. ഫിൽ സോൾട്ട് അത്രയും അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഫിൽ സോൾട്ട് എന്നൊരു സെഞ്ചുറിയൊക്കെ അടിച്ചാൻ ആ ഒരു വിക്കറ്റ് പോയില്ലായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു വിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ശരിക്കും ഇന്നലെ ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റി ഷർദുൽ ഠാക്കൂറിന്. അങ്ങനെ 241 ആയിരുന്നു ചേസിംഗ് ഉണ്ടായി. 241 ചേസിംഗ് എന്ന് പറയുമ്പോൾ ശരിക്ക് കമ്പാരിറ്റീവ്ലി ഒരു മുംബൈ ഇന്ത്യൻസിന്റെ അത്രയും കിടിലം ബാറ്റിംഗ് ടീമിന്റെ അടുത്തുനിന്ന് ചിലപ്പോൾ വിചാരിച്ചാലൊന്ന് അടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഇന്നലെ മാച്ച് നടന്നത് ബോംഗ്ഡേയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ട് ഇന്നലെ ഞാൻ വിചാരിച്ചു ചിലപ്പം ചേസ് ചെയ്ത് ജയിക്കാം എന്നുള്ളത്. കാരണം അവിടുത്തെ ഹിറ്റ്മാനും റിയാൻ റിക്കിൾട്ടനൊക്കെ ഉണ്ടല്ലോ ഫസ്റ്റ് നല്ലോണം അടിക്കുന്നത്. പക്ഷെ റിക്കിൾട്ടൻ ഇന്നലെ മറ്റേ പോലെ ഒരു അടിക്കാൻ പറ്റിയില്ല. ആദ്യം കുറച്ചു നേരം നല്ല രീതിയിൽ അടിച്ചു, പക്ഷെ അതിനുശേഷം ആൾക്ക് അധികം നേരം ബാറ്റ് കിട്ടിയില്ല. ബാറ്റ് കിട്ടാണ്ടായപ്പോൾ ആൾ ഏകദേശം ടയേർഡായ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു, ഒരു കൊള്ളാത്ത രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു സ്കോർ എത്താണ്ട് ഒരു 30-something റണ്ണിൽ ആൾ ഔട്ടായി. ആൻഡ് ഹിറ്റ്മാൻ ആണെങ്കിൽ കൈക്ക് പരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് റിട്ടയർഡ് ഹർട്ട് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ആളും ടയേർഡായിരുന്നു തോന്നുന്നു. കാരണം 13 ബോളിൽ 19 റണ്ണാണ്. ഹിറ്റ്മാൻ്റെ ഒരു കളി വെച്ചിട്ട് അങ്ങനെയല്ല ശരിക്കും കളിക്കാറ്. അപ്പോൾ ആള് കുറച്ച് ടയേർഡ് ഫീൽ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്നലെ മുംബൈ ഇന്ത്യൻസ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് കിങ് കോഹ്ലിയും ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആളും കുറച്ച് ഡിസ്റ്റർബ് ഒക്കെ ആയിട്ടാണ് ഔട്ടായ ശേഷം പോയത്. പിന്നീട് കുറച്ചു നേരം
ഇരിക്കുന്നുണ്ടായിരുന്നു അകത്തൊക്കെ. ഡഗ്ഔട്ടിലൊരു ഗ്ലാസിന്റെ ഒരു റൂം ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു ചൂട് കൂടിയിട്ടുണ്ടല്ലോ. അപ്പൊ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ CSKയുടെ ബാറ്റിംഗ് സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സഞ്ജു ഒന്ന് ഭയങ്കര ടയർഡായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ആയുഷ് മാത്രയും ഒരു സമയമായപ്പോൾ ടയർഡായി. എനിക്ക് തോന്നുന്നു ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇപ്പോഴത്തെ നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ലേ, എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് വേർക്കുന്നതും ചിലപ്പോൾ അതിൻ്റെയൊക്കെ എന്തെങ്കിലും എഫക്റ്റ് ആയിരിക്കാം. കാരണം ഇവരെ അവിടെ നിന്ന് കളിക്കുന്ന സമയത്ത് കുറെ റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സും പിന്നെ ആ ഒരു അടിക്കുന്നതിന്റെ പവറൊക്കെ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ടയർഡ് ആവാമെന്ന് തോന്നുന്നുണ്ടായിരുന്നു എനിക്ക് ഇന്നലെ. അപ്പോൾ ഹിറ്റ്മാൻ അവിടെ പോയതുകൊണ്ട് തന്നെ പിന്നീട് വന്നിട്ടുള്ള സൂര്യകുമാർ ആണെങ്കിലും ഹർദിക് പാണ്ഡ്യ ആണെങ്കിലും അവരൊക്കെ അടിക്കാൻ നോക്കി. അതിൽ പ്രത്യേകിച്ച് തിലക് വർമ്മക്ക് അധികം ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഹർദിക് പാണ്ഡ്യയും സൂര്യകുമാറും കുറച്ചു നേരം പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം അവരും ഏകദേശം പറ്റൂല എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ ഹാർദിക് പാണ്ഡ്യ ഒന്ന് തിരിച്ചു പിടിക്കാൻ നോക്കി, 22 ബോൾ 40 റൺ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും ശക്തനായിട്ട് അവസാനം വരെ പൊരുതി നിന്നൊരു പ്ലെയർ ഉണ്ട്, നമ്മുടെ റദർഫോർഡ്. എന്തായിരുന്നു അടി! 31 ബോളിൽ 71 റൺസ്, 9 സിക്സ്. അതാണ് 9 സിക്സും ഒരു 4ഉം. അങ്ങനെയായിരുന്നു അടി കേട്ടോ. 31 ബോളിൽ 71 റൺസ് അടിക്കാന്ന് പറയുന്നത്, അതും ആ ഒരു കളി ജയിക്കോ ഇല്ലയോ എന്ന് ഒരു ഇതുമില്ല. പക്ഷെ ആള് മാക്സിമം ഒറ്റയ്ക്കുള്ള ഒരു ട്രൈ ആണ്. ശരിക്കും നമ്മൾ ആ ഒരു ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒക്കെ ആ ഒരു വീഡിയോയിൽ ഉണ്ടാവില്ലേ, ആ ഒരു വാളൊക്കെ പിടിച്ച് നിൽക്കുന്ന ഏകദേശം ഒരു വാർമുഖത്തൊക്കെ നിന്നിട്ട് ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു പോരാളി. ശരിക്കും മുംബൈ ഇന്ത്യൻസിന്റെ ഇന്നലത്തെ പോരാളി റദർഫോർഡ് ആയിരുന്നു. ദൈവത്തിന്റെ പോരാളി തന്നെയായിരുന്നു. കാരണം ഈ ഒരു മാർജിൻ എന്ന് പറയുന്നത് ശരിക്കും ഇന്നലത്തെ RCBയുടെ വിജയം എന്ന് പറയുന്ന വലിയൊരു മാർജിനിലുള്ള ഒരു ജയമാണ് ശരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷേ അവിടെ റദർഫോർഡ് അടിച്ച ആ അടിയിലാണ് 18 റൺസിന്റെ വിജയം ശരിക്കും RCBയിലോട്ട് പോയത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു വലിയ ഇതിലോട്ട് പോയേനെ. എന്തായാലും റദർഫോർഡിന് ഒരു വലിയ ക്ലാപ്പ് അർഹിക്കുന്നുണ്ട്. ഗംഭീര 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 മാച്ച്. എനിക്കൊന്ന് ഇച്ചിരിയും കൂടി ഒന്ന് നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ കളിയിൽ ഒരു നല്ല മാറ്റം ഇന്നലെ വന്നേനെന്ന് തോന്നി. എന്തായാലും റദർഫോർഡ് ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ്. 2020 കറക്റ്റ് മെറ്റീരിയൽ ആണെന്ന് പറയാം. 2020 മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ എണ്ണം പറഞ്ഞടിച്ച ആ ഒരു സിക്സുകൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സിഗ്നേച്ചർ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ബോളിംഗിൽ നമ്മളിപ്പോൾ അടുത്ത് കാണുന്ന ഒരു ട്രെൻഡാണ്. കൃണാൽ പാണ്ഡ്യ ഗംഭീരമായിട്ട് ഇപ്പോൾ ബോൾ ചെയ്യുന്നുണ്ട്. അത് ഇന്നലെയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്കണോമി പിടിച്ചുകൊണ്ടുള്ള ബോളിംഗ്, വിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും എപ്പോഴും ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ കാണുന്നതാണ് കൃണാൽ പാണ്ഡ്യ അത്യാവശ്യം വിക്കറ്റ് എടുക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ സുയാഷ് ശർമ്മയും ആദ്യം വിക്കറ്റ് എടുത്ത് പിടിച്ചായിരുന്നു. പക്ഷെ പിന്നീട് അടി നന്നായിട്ട് വാങ്ങി. ജേക്കബ് ഡഫിക്ക് നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ട്, പക്ഷേ വിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ഭുവനേശ്വർ കുമാറിന് വിക്കറ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ ചെയ്തു. റാസിഖ് സലാം എന്ന് പറഞ്ഞ ബോളർ ഇന്നലെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കളിച്ചാണ്. ആളൊരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ മറന്നുപോയ ഒരു കാര്യമുണ്ട്. നമ്മുടെ ജസ്പ്രീത് ബുംറ ബൗളിംഗിൽ ഇന്നലെ എക്കണോമിക്ക് കുഴപ്പമില്ലാണ്ട് അത് അടി വാങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും മറ്റേ രീതിയിൽ അടി വാങ്ങിയിട്ടില്ല. 10 മേലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കഴിഞ്ഞൊരു 5 മാച്ചായിട്ട് ആൾക്ക് വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നലെ കമന്റേറ്റേഴ്സും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു കിടിലൻ മാച്ച് തന്നെയായിരുന്നു RCB വേഴ്സസ് MI. കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ത്രില്ല് ഉണ്ടായിരുന്നു. അവസാനം തൊട്ട് ആ 6 ഒക്കെ അടിക്കുന്ന സമയത്ത് അയ്യോ ഒരു നിമിഷം ഒന്ന് തിങ്ക് ചെയ്ത് പോയി, ഇന്നലെ മുംബൈ ഇന്ത്യൻസ് ജയിച്ചാൽ നല്ലതായിരുന്നു എന്നുള്ളത്. ആ ഒരു തിങ്കിങ് നമുക്ക് തന്നിട്ടുള്ള ഒരു മാച്ചായിരുന്നു എൻ്റെ ലോട്ട്. പ്രത്യേകിച്ച് റദർഫോർഡ് അടിച്ച അടിയിലാണ് ശരിക്കും ആ ഒരു തിങ്കിങ് നമുക്ക് കിട്ടിയത്. പക്ഷെ എന്തായാലും RCB വെൽ പ്ലേഡ്. അതുകൊണ്ട് തന്നെ അവർ ജയിക്കുകയും ചെയ്തു. ആൻഡ് പോയിന്റ് ടേബിളിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ അവർ നിൽക്കുന്നുണ്ട്. എന്തായാലും അടുത്ത മാച്ചിന്റെ വിശേഷങ്ങളായിട്ട് വരാം. ഇത്രേ ഉള്ളൂ. ബൈ.